കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനായിട്ടില്ലെന്ന് ഫയർഫോഴ്സ് റിപ്പോർട്ട്. തീപിടുത്തം സംബന്ധിച്ച് ജില്ലാ കലക്ടർ ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. അപകടത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കലക്ടറേറ്റിൽ യോഗം ചേർന്നു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലെ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനായിട്ടില്ലെന്നാണ് ജില്ലാ ഫയർ ഓഫീസർ കലക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. അപകടത്തിന്റെ കാരണം പോലീസ്, ഫോറൻസിക് തുടങ്ങിയ യൂണിറ്റുകളുടെ പരിശോധനയിലെ വ്യക്തമാകൂ. കെട്ടിടത്തിന്റെ വരാന്തയുൾപ്പെടെ കെട്ടിയടച്ചത് തീയണയ്ക്കുന്നതിന് പ്രതിസന്ധിയായെന്നും റിപ്പോർട്ടിലുണ്ട്. തീപിടുത്തം ചർച്ച ചെയ്യാൻ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നു. കോർപ്പറേഷൻ ജീവനക്കാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. അപകടം സംബന്ധിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കലക്ടർക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. വിവിധ വകുപ്പുകൾ നൽകിയ വിവരങ്ങൾ ക്രോഡീകരിച്ച് ജില്ലാ കലക്ടർ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറും. തീപിടുത്തത്തിൽ 75 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൽ. മീഡിയ 1 കോഴിക്കോട്.